നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ്, അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. മന്ത്രം ജപിക്കുന്നുണ്ട്, ഇനി ഇതിനു മുമ്പും ജപിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥനയോടുകൂടി താഴെ നിങ്ങളുടെ പങ്കാളിയുടെ പേരോ നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ മാത്രം കമൻ്റ് ഇടുക. പരാതികളും പരിഭവങ്ങളും ഇടാൻ പാടില്ല. കാരണം നെഗറ്റീവ് എനർജി അല്ല നമുക്ക് വേണ്ടത്, പോസിറ്റീവ് എനർജി അല്ലേ വേണ്ടത്. ഇനി പറയാനുള്ളത്, ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇന്നലെ ഞാൻ കുറച്ച് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നു. അവർ മുഴുവൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. താഴെ കമൻ്റൊന്നും കണ്ടില്ല. ചില ആൾക്കാർ മാത്രമേ കമൻ്റ് ഇട്ടിട്ടുള്ളൂ. ദയവായി വായിക്കുന്നവർ ഒരു കമൻ്റെങ്കിലും തരിക എനിക്ക് കേട്ടോ. നിങ്ങളത് കണ്ടു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണ്ടേ, അതിനു വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. 3 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. 6 സോഡ്സ് ആണ്. 3 കാർഡ് വന്നു. നൈറ്റ് കപ്പ് വന്നു കേട്ടോ. ഭ്രാന്തമായ പ്രണയമുള്ള ആരും ഉണ്ട്. 2 പെൻഡക്കൾ വേണോ വേണ്ടേന്ന് ഇങ്ങനെ കൺഫ്യൂഷനാണ്. 6 കപ്പ് ഓർമ്മകളാണ്. അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർക്കും നമ്മളോട് പ്രണയമുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാണ്ടാണ്. റീയൂണിയൻ. വീൽ ഓഫ് ഫോർച്യൂൺ. ഭാഗ്യം, വിജയം, സന്തോഷം. 8 പെൻഡകൾ. കുറച്ച് തിരക്കുണ്ട്. ഭരണി, കാർത്തിക, രോഹിണി, പൂയം, അനിഴം, ഉത്രട്ടാതി, തിരുവാതിര, ചോതി, ചതയം. ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്പറുകൾ 6, 3 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി 3 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇവിടെ ഒരു മന്ത്രം ഞാൻ ചൊല്ലാം കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗായത്രി ഞാൻ എഴുതിയതാണ്. കേട്ടു നോക്കുക നന്നോന്ന്. എന്തായാലും എനർജി പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഓം മിത്രായ വിദ്മഹേ സഹസ്ര നയനായ ധീമഹി തന്നോ സവിത പ്രചോദയാത്. അത്യാവശ്യം വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇത് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പം ഞാനത് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ തന്നത് കേട്ടോ. ഇനി നമുക്ക് പീഡാഹര സ്തോത്രം കൂടി ഒന്ന് ചൊല്ലാം. അത് ഞാൻ എഴുതിയതല്ല കേട്ടോ. അനേക രൂപ വർണ്ണയിശ്ച ശതശോധ സഹസ്രശ ഉത്പാദരൂപോ ജഗതാം പീഡാം ഹരതുമേ തമഹ. അപ്പം നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് എനർജികളും ഇവിടുന്ന് പോയി. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ കാർഡ് 3 വാണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിലുണ്ട്. 3 വാണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബമാവാം, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾ തന്നെയാവാം. കാരണം ഇവിടെ പ്രണയിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ 6, 3 തവണയാണ് വന്നിരിക്കുന്നത്. 6ൻ്റെ എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ ഇതിനിടയിൽ ഒരു ദിവസം പറഞ്ഞിരുന്നു അല്ലേ. 6 എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടുകയാണ്. അപ്പം നിങ്ങളെ ഇങ്ങനെ എന്തിനൊക്കെയാണ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ മെസ്സേജ്. 6 എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചിന്ത. നിങ്ങൾക്ക് എന്തോ കുറവുണ്ട്. സൗന്ദര്യമാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാവാം, സ്വഭാവത്തിലെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളാവാം, അല്ലെങ്കിൽ കുടുംബ മഹിമയാവാം. എന്തോ ഒരു കുറവ് നിങ്ങളിൽ അവരെ കണ്ടെത്തുന്നുണ്ട്. അതാണ് 6ൻ്റെ മറ്റൊരു മെസ്സേജ്. 6 എന്ന് പറഞ്ഞാൽ ഗംഗയാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തൊരു സ്നേഹം കൊണ്ടു നടക്കുന്നവരുമാവാം. ഇനി 6 എന്ന് പറഞ്ഞാൽ ഋതുക്കളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 6 കാലങ്ങളെ, വസന്തം, ഹേമന്തം, ശിശിരം, അല്ലേ, വർഷം, ഗ്രീഷ്മ, ഇങ്ങനെ. അപ്പം അതുപോലെയാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇന്ന് പെരുമാറുന്ന പോലെയല്ല നാളെ പെരുമാറുക. ചില സമയത്ത് പ്രണയമായിരിക്കും, ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ മാറി മാറി വരുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് എന്നാണ് ഈ 6 ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. ഇനി 6 എന്ന് പറഞ്ഞാൽ 6 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ആദ്യം ഇവിടെ പറഞ്ഞതെന്നല്ലേ. നിങ്ങളുടെ ഒരു ഇന്ദ്രിയം തന്നെയല്ലേ മനസ്സ്. ആ മനസ്സിലാണല്ലോ നിങ്ങൾ വേണ്ടത്. അവരുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഈ 6 കുറേ വട്ടം വന്നതുകൊണ്ട് നിങ്ങളെ ആവശ്യമില്ലാതെ ക്രൂശിക്കുന്ന, മറ്റൊരാളോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രണയമായിരിക്കാം. കുടുംബമുള്ള ആളായിരിക്കാം നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവുക.
ഇനി മറ്റൊന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണ് എന്നാണ്. അതാണ് ഈ 6 പറയുന്നത്. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ മനസ്സിൽ നിങ്ങളില്ലാത്തപ്പോഴാണ് ഈ 6 വരുന്നത്, ഉള്ളപ്പോഴല്ല. മാറി മാറി വരുന്ന ഫീലിങ്സാണ്. ചില സമയത്തേ ഇഷ്ടമുള്ളൂ, എല്ലാപ്പോഴും ഒരേ കാലമല്ല. ഇനി 6 എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനെയാണ് അല്ലേ, 2 ഭാര്യയുള്ള ആളാണ്. അപ്പം അതുപോലെ 2 ഇഷ്ടം ഉണ്ടാവും. അത് കല്യാണം കഴിച്ച ഇഷ്ടം തന്നെ ആവണമെന്നില്ല. സിംഗിൾ ആണെങ്കിലും മറ്റൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ്. അപ്പം ഇത്രയും വൃത്തിയായിട്ടാണ് ഈ 6 നമുക്ക് അയാളുടെ മനസ്സിനെ കാണിച്ചു തരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നാണ്. മറ്റൊന്ന്, നിങ്ങൾ ആവശ്യമില്ലാതെ ക്രൂശിക്കപ്പെടുകയാണ് എന്നാണ്. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ടെന്നാണ്. മറ്റൊരാളോട് താല്പര്യമുണ്ട് എന്നാണ്. നിങ്ങൾ വെളിപ്പെടാൻ പാടില്ലാത്തൊരു സ്നേഹമാണ് എന്നാണ്. അകന്നുപോയി എന്നാണ്. ഋതുക്കളുടെ പോലെ മാറി മാറി വരുന്ന സ്വഭാവമാണ് എന്നാണ്. അപ്പം മനസ്സിലായില്ലേ? ഇന്ന് കാണുന്ന ആളായിരിക്കില്ല നാളെ, അല്ലെങ്കിൽ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും നല്ല സ്നേഹത്തോടുകൂടി. ഇനി ഒരു ഉച്ച ആകുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അതിന് വിപരീതമായ മറുപടി ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ മാറി മാറി വരുന്നൊരു മനസ്സാണ് അവർക്ക്. അതുകൊണ്ടാണ് ഈ 6 3 വട്ടം വന്നിരിക്കുന്നത്. എന്നാൽ ഈ 6-ന് തന്നെ തരാനുള്ള മറ്റൊരു മെസ്സേജാണ് ഭ്രാന്തമായ പ്രണയമാണെന്ന്, അല്ലെങ്കിൽ പ്രണയം ഭ്രാന്തായതാവാം. തിരിച്ചും പറയാം അല്ലേ. നിങ്ങൾക്ക് ഭ്രാന്തമായ പ്രണയമാണ്, നിങ്ങളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ 6 തരുന്ന 2 മെസ്സേജ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കുറവ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളുടെ മുഖം ഇഷ്ടമുണ്ടാവില്ല, എന്തുകൊണ്ടോ അടുത്തു, പക്ഷെ നിങ്ങളെ കാണാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല. അതായിരിക്കില്ല അവരുടെ ഭാവി പങ്കാളി. നിങ്ങളിങ്ങനെ ഭ്രാന്തമായ പ്രണയം കൊണ്ട് അവരുടെ പിറകെ നടക്കുമ്പോൾ അവരിങ്ങനെ അകന്നകന്ന് പോകുന്നു എന്ന് 6 സോഡ്സും നൈറ്റ് കപ്പും കൂടി പറഞ്ഞു എങ്കിൽ 3 വാണ്ടെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വ്യക്തി നിങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ്. അത് കുടുംബമാവാം, അല്ലെങ്കിൽ മറ്റൊരു പ്രണയമാവാം. അവർക്ക് നിങ്ങളോട് അത്ര താല്പര്യമില്ലാത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്, പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളെ വഞ്ചിക്കാൻ അവർ തയ്യാറായി എന്നാണ് 3 വാണ്ട് പറയുന്നത്. അതിന് ആദ്യത്തെ പടിയായി അകന്നു പോയി എന്നാണ് 6 സോഡ്സ് പറയുന്നത്. ഇനി മൂൺ കാർഡ് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളങ്ങളാണ് എന്നാണ്. ഇനി പറയുന്നത് വഞ്ചിക്കാൻ തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നാണ്. കർക്കിടകം രാശിയാണ്. പുറന്തോട് മാത്രമേ നിങ്ങൾക്കറിയൂ, അതിനകത്തുള്ള സംഭവങ്ങളൊന്നും നിങ്ങളെ അടുപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്യുന്നില്ല. പല സ്വഭാവമല്ലേ, ഇപ്പം കാണുന്ന ആളല്ല കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ മാറി മാറിക്കൊണ്ടുള്ള ഒരു സ്വഭാവമാണ്. ഒരു വ്യക്തമായ തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷനും കണ്ണീരുമാണ്. എങ്കിലും നിങ്ങൾക്ക് അവരുടെ പിറകെ പോകുന്നത് നിർത്താൻ കഴിയുന്നില്ല. നിങ്ങളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് തെറ്റാണെന്ന്. കാരണം നിങ്ങളെ അവർക്ക് സ്നേഹമില്ല എന്നറിയാം, നിങ്ങളെ അവർ സ്വീകരിക്കില്ല എന്നറിയാം. എങ്കിലും നിങ്ങൾക്ക് അവരുടെ പുറകെ ഫോളോ ചെയ്യുന്നത് നിർത്താൻ യാതൊരു വഴിയും കാണുന്നില്ല. ചില ആളുകളൊക്കെ എന്നോട് പ്രൈവറ്റ് റീഡിങ്ങിന് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന്. കാരണം അവർക്ക് തന്നെ അറിയാം മറ്റേ ആളുടെ സ്നേഹം കിട്ടില്ല എന്ന്. പല സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ ഇത് കഴിവില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്നീട്ട് ആരോ കാണാനിരിക്കുന്നത് പോലും. ഇവിടുന്നൊരു ആശ്വാസം കിട്ടിയ, ഇവിടുന്നൊരു നല്ല മെസ്സേജ് കിട്ടിയ നിങ്ങളുടെ മനസ്സിന് അത്രയും ഒരു സമാധാനമാണ് അല്ലേ. എന്നാൽ ഇവിടെ കാണിച്ചു തന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ വ്യക്തി, മൂന്നാമത്തെ ഒരു വ്യക്തിൻ്റെ നിങ്ങളെക്കുറിച്ച് വെറുപ്പാണ്, നിങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത്രത്തോളം അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊരു ശല്യമായി മാറിയെന്നല്ലേ അപ്പോൾ പറയാനുള്ളൂ. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ അസൂയ കലർന്ന് നിയന്ത്രിക്കുന്ന ആരോ ഇവരുടെ കൂടെ ഉണ്ട്. മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് തന്നെ നിങ്ങളെ താല്പര്യമില്ല. കർക്കിടകം രാശിയാണ്. എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല, പുറകോട്ട് സഞ്ചരിക്കുകയാണ്. മനസ്സെപ്പോഴും കലങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ. ഭ്രാന്തമായ പ്രണയമാണ്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അനുകൂലമായ സാഹചര്യങ്ങളല്ല. ഹേസ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുകമറയ്ക്കുള്ളിൽ അപ്പുറത്തും ഇപ്പുറത്തും പെട്ട 2 ആൾക്കാരെ, പുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ആ വ്യക്തി എന്താ തീരുമാനിക്കുന്നത്? ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല തീരുമാനം എടുക്കൂ? ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അതോ അവർക്ക് മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ? തേർഡ് പാർട്ടി ഉണ്ടോ? എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അവർ നൈസായിട്ട് നിങ്ങളെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 6 സോഡ്സ് പറയുന്നത്. മിക്കവാറും ഇത് മാട്രിമോണി വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ആളുകളാണ്.
അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് അറിയുന്നില്ല. ഒരു മറയുണ്ട്, നേരിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ചില ആളുകൾ വീഡിയോ കോളൊക്കെ ചെയ്യും അല്ലേ, ചില ആളുകൾ അതുപോലും ചെയ്യില്ല. അങ്ങനെ അപരിചിതത്വം നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷെ ആ വ്യക്തി തന്നെ ഒരു ദിവസം കൊണ്ട് മാറിയതാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ദിവസം കണ്ട ആളല്ല, വേറൊരു മുഖം നിങ്ങൾ കാണുകയാണ്. അപ്പം ഈ 6 എന്നുള്ളത് നിങ്ങൾ ക്രൂശിക്കപ്പെടുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ വേദനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പടിയായിട്ട് വിധിന്യായമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ വിധി തന്നെയാണ്. അപ്പം നിങ്ങളുടെ വിധി ഇവരുടെ കൂടെ ജീവിക്കാനായിരിക്കില്ല, അത് വരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. 6 കപ്പിലേക്ക് മാറും നിങ്ങൾ. അവരെ നിങ്ങൾക്ക് വെറും ഓർമ്മകൾ മാത്രമായി മാറും. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ പോസിറ്റീവ് എനർജി തരുന്നു എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻ്റ് ഇടാറുണ്ട്. അങ്ങനെ പോസിറ്റീവിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ രണ്ടായി അകന്നു പോകുന്ന ആളുകളെയാണ് കാണിക്കുന്നത്. ഓൺ ആൻഡ് ഓഫ് ബന്ധാണ് കാണിക്കുന്നത്. നിങ്ങളെ വേണ്ടെന്ന് തീരുമാനിച്ച് ഡ്രാമ കളിക്കുന്ന ഒരാളെയാണ് 8 പെൻഡക്കിൾ കാണിക്കുന്നത്. അയാൾ ഡ്രാമ കളിക്കുകയാണ്, തിരക്കാണെന്ന് അഭിനയിക്കുകയാണ്. ഒരാൾക്ക് ഒരാളെ ഒഴിവാക്കാൻ കാരണം കണ്ടെത്തുക, അതാണ് 8 പെൻഡക്കിൾ ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുക്കാനല്ല യോഗം എന്ന് കാണുന്ന കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അകലേണ്ടവരാണ് എന്ന് പറയുന്നത് കേട്ടോ. ആ വ്യക്തിക്ക് നിങ്ങളുടെ എന്തൊക്കെ കുറവുകൾ പിടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവരവരുടെ ലൈഫിലേക്ക് നിങ്ങളെ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏകാഗിയായി അവരുടെ പ്രണയം ഒരു ഓർമ്മയായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കുറേ കാർഡുകളാണ് നിങ്ങളെ കളഞ്ഞു പോകും എന്ന് പറയുന്നത്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ് കൂടുതൽ. 3 വാൻഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളുടെ പങ്കാളി. 6 എന്ന നമ്പർ കുറേ വട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെ അകന്നു പോകുന്നതിനെ കാണിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നതിനെ കാണിക്കുന്നുണ്ട്, ഉപേക്ഷിക്കുന്നതിനെ കാണിക്കുന്നുണ്ട്, വൺ വേ ലവായി മാറുന്നതിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ ഫോളോ ചെയ്യുന്നു എന്നുകൂടി കാണിക്കുന്ന നമ്പറാണ് 6. അതിങ്ങനെ 3 തവണയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാത്തത് കിട്ടുന്ന ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ കിട്ടാതിരിക്കുമ്പോഴേ എന്നെ കുറ്റപ്പെടുത്തും. അപ്പം ഇവിടെ അകന്നു പോകുന്ന ഒരാളെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി 2 പെൻഡക്കളാണ് വന്നിരിക്കുന്നത്. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്ക്, കാപ്രിക്കോൺ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെവിൾ എന്ന് പറഞ്ഞാൽ ആ മെൻറ്റാലിറ്റി, ഇവിടെ ദൈവികത നഷ്ടമായി. എന്ത് തീരുമാനം എടുക്കാം. ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളോ കുറവുകളോ ഒക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊരാളെ കണ്ടതുകൊണ്ടായിരിക്കാം. നിങ്ങളെക്കാൾ എന്തൊക്കെ മെച്ചപ്പെട്ട ഒരു കാര്യം അവരിൽ കണ്ടെത്തിയിട്ടുണ്ടാവും. സൗന്ദര്യമാവാം, വിദ്യാഭ്യാസമാവാം, ജോലിയാവാം, സമ്പത്താവാം, എന്തൊക്കെ അവർ കണ്ടെത്തി. അതോടുകൂടി അവരെ ഇരട്ട മുഖമുള്ള ആളാണ്. അതാദ്യം പറഞ്ഞില്ല അല്ലേ, ഇരട്ട മുഖമുള്ള ആള് മറ്റേ ആളിലേക്ക് പോയി. ഇപ്പം നിങ്ങളെ വേണ്ടെന്ന തീരുമാനമായി. അതോടുകൂടി ഇതുവരെ പെരുമാറിയ സ്വഭാവമേ അല്ലാതെ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നാൻ തുടങ്ങി, ഈ വ്യക്തി എന്നെ കളയാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. രാവിലെ ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചു, നന്നായിട്ട് അതിനൊരു മറുപടി തന്നു, നിങ്ങൾ സമാധാനമായി ഇരിക്കുക. അപ്പോഴാ ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് നിങ്ങൾ അയക്കുക, അതിനുള്ള മറുപടി വിപരീതമായിട്ട് കിട്ടുക. അതാണ് ഈ 6 കാലങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറച്ച് ചോദിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കുക. എന്നെ എന്തുകൊണ്ടാണ് കളയുന്നത് എന്ന് ചോദിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് കുടുംബം ഉണ്ടാവും, അവർക്കും കുടുംബം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ശബ്ദം ഉയർത്താൻ പറ്റില്ല അല്ലേ. അതുപോലുള്ളൊരവസ്ഥയും 6 എന്ന നമ്പർ കാണിക്കുന്നുണ്ട്. ഇനി 6 എന്ന നമ്പർ കാണിക്കുന്നത് നിങ്ങളുടെ കുറവുകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകൾ അവർ കണ്ടെത്തി. ആദ്യം ഒരു കുറവുണ്ടായിരുന്നില്ല, പിന്നെ മറ്റൊരാളെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കുറവുണ്ടെന്ന് അവർക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നി. ഡെവിൾ എനർജിയാണല്ലോ, ഇരട്ട മുഖമാണല്ലോ. ഓന്തിൻ്റെ പോലെ മുഖം മാറുന്ന ആളുകളോട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. നിങ്ങളാണെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവരുടെ പുറകെ ഇങ്ങനെ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു മനസ്സ് പോലെ നിങ്ങൾ അവരെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ഒരു ചെകുത്താനാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളെ അവോയ്ഡ് ചെയ്ത് പെരുമാറുന്ന ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്രൂശിക്കപ്പെടുകയാണ്, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണ്, നിങ്ങൾ നിരാലംബരാവാൻ പോവുകയാണ് എന്ന് പറയുന്ന കാർഡുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനവനെ സ്നേഹിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. സെൽഫ് ലവ്. ഇനിയാണെങ്കിൽ ഇവിടെ വിധി തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ആണെങ്കിൽ മറ്റൊരു കല്യാണത്തിലേക്ക് പോകുമെന്നാണ്. 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ പറയാനില്ലല്ലോ. കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുക. ഇപ്പം അവർ ശ്രദ്ധിക്കുകയാണ്, വീട്ടിലറിഞ്ഞു, പ്രശ്നമാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പല കാരണങ്ങളും പറയുക. അങ്ങനെ നിങ്ങളെ ഒഴിവാക്കുകയാണ്. എന്നാൽ ഇതൊരു കാരണം പറയൽ മാത്രമാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളെ താല്പര്യമില്ലാതായി, അതുകൊണ്ടാണ് അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ദമ്പതികൾ തന്നെയാണെങ്കിലും പങ്കാളിയിൽ മാറ്റം ഉണ്ടാവുക, അവർക്ക് മറ്റൊരാളോട് താല്പര്യം ഉണ്ടാവുക, നിങ്ങളെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് പെരുമാറുക, ഇതായിരിക്കാം നിങ്ങളുടെ അനുഭവം. ഞാൻ ഇപ്പോൾ ആയിട്ട് ധൈര്യമായിട്ട് നെഗറ്റീവ് മെസ്സേജുകൾ പറയാൻ പഠിച്ചു. കാരണം 4-5 കൊല്ലമായിട്ട് ഈ ടാരോ റീഡിങ് കാണുന്നവർ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ടാണ് രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണേണ്ടി വരുന്നത്. അപ്പം ഇവിടെ കാണുന്ന നെഗറ്റീവായ മെസ്സേജ് ധൈര്യമായിട്ട് എനിക്ക് പറഞ്ഞൂടെ? നിങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മാത്രം നിങ്ങളുടെ ആശയം പെരുപ്പിച്ച് അതിൻ്റെ പുറകെ നടത്തിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കിട്ടില്ല എന്ന് പറയുന്ന മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാലോ, നല്ല മനസ്സമാധാനം വീണ്ടും കിട്ടുമല്ലോ. നിങ്ങളെ ഒന്ന് സ്നേഹിക്കുമെന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പം ചില ആളുകൾക്ക് ഇത്തരം മെസ്സേജാണ് ഇന്ന് തന്നിരിക്കുന്നത്. നിങ്ങളിൽ എന്തൊക്കെ കുറവുകൾ അവർ കണ്ടെത്തി, മറ്റൊരാളിൽ കൂടുതലുകളും കണ്ടെത്തി, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളങ്ങ് ഒഴിവാക്കപ്പെട്ടു, മറ്റൊരാൾ സ്വീകരിക്കപ്പെട്ടു. അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും സത്യം അറിയുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലേ? ഇതെല്ലാവരുടെ കാര്യമല്ല, ഒരുപാട് പേരുടെ എനർജിയാണ്. ഇതുപോലെ തഴയപ്പെട്ട ഏതോ ഒരു പാവുണ്ട് ഇത് കാണുന്നതിൽ. അതാണ് ഇന്ന് എനിക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ തന്നിരിക്കുന്നത്. പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടി 25 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ചോദ്യങ്ങളെല്ലാം ഞാൻ അതിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങളൊന്നും ഞാൻ പരിഗണിച്ചില്ല എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഇതുപോലെ എനിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, അപ്പം ഞാൻ ഇതുപോലെ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് അതിൽ ഫോർവേഡ് ചെയ്ത് തന്നാലും മതി. ഇനി നല്ല വിചാരിച്ചിട്ട് ഞാനിത് ചെയ്തതിന് താഴെ ഒരു ആൾ വന്ന് കമൻ്റ് ഇട്ടിരിക്കുക, നിങ്ങൾക്ക് സബ് കൂടാനല്ലേന്ന്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം സബ്ബൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കണ്ടിട്ട് ആരും സബ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അപ്പം നല്ലതും ചെയ്യാൻ പാടില്ല എന്നായിരിക്കാം ആൾക്കാരുടെ വിചാരമല്ലേ? നല്ലത് ചെയ്താലും ഇനി നെഗറ്റീവ് ചെയ്താലും നെഗറ്റീവ് പറയുന്നവർ അതേ പറയുന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കണക്കാക്കണ്ട. എങ്കിലും എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. 6 സംഖ്യ വന്നിരിക്കുന്നത്. 6 തരം സ്വഭാവമുള്ള ഒരാളെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി 6 എന്ന് പറഞ്ഞാൽ വീനസിൻ്റെ നമ്പറാണ്. വീനസ് എന്ന് പറഞ്ഞാൽ അമിത കാമവികാരം എന്നാണ്. അത് നിങ്ങൾക്ക് തരുമ്പോൾ പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ്. മിക്കവരും ഇത്തരം ബന്ധത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള റീഡിങ് വരുന്നത്. ഇനി 6 എന്ന് പറഞ്ഞാൽ 6ാമത്തെ ദിവസം പാപം ചെയ്തു എന്നൊക്കെയാണല്ലോ ബൈബിളിൽ ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞതിന് നിങ്ങൾ ഏതാ മതം എന്ന് ചോദിക്കും. നിങ്ങൾ ക്രിസ്ത്യാനിയായിരുന്നോ പിന്നെ ഹിന്ദുവിലേക്ക് വന്നതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്ദർഭം വരുമ്പോൾ എല്ലാറ്റിലത്തെ കാര്യങ്ങളും ഞാനിവിടെ എടുത്തു പറയും. അതാണ് എൻ്റെ കുഴപ്പം. ഇനി 6 സംഖ്യകൾ 6 തരം സ്നേഹത്തിനെ കുറിച്ചാണല്ലോ അത് പറയുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, പ്രണയിതാക്കൾ തമ്മിലുള്ള സ്നേഹം, ഇനി അമിതമായ സ്വാർത്ഥമായ സ്നേഹം, ഇനി മറ്റൊന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹം, മുജന്മങ്ങളിലെ സ്നേഹം. അല്ല, പലതരം സ്നേഹത്തിനെ പല തട്ടുകളിലായി തിരിക്കുന്നതിനെയും 6 എന്ന സംഖ്യ കാണിക്കും. പാപം ചെയ്തിട്ട് ആദവും ഹവ്വയും സ്വർഗം നഷ്ടമായതും ഈ 6 എന്ന സംഖ്യയിലാണ് പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ 6 അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെഡിറ്റേഷനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ അങ്ങ് പോട്ടേന്ന്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക കേട്ടോ. മെമ്മറീസ് ഓർമ്മകൾ മാത്രമായി മാറും. അത് തന്നെയാണ് 6 കപ്പ് പറഞ്ഞത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല, സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് അകലേണ്ട സമയമായി. ഇത് കാണുന്ന ഏതോ ഒരാൾക്ക് അതിനുള്ള സമയമായി. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ ഒരാൾ നൈസായിട്ട് ഒഴിവായി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവായ മെസ്സേജാണ് എനിക്കിന്ന് തന്നിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് മെസ്സേജുകൾ എന്ന കാർഡ്. സെപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓർമ്മകൾ മാത്രമായി മാറുമെന്ന ഇവിടെ കാണിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് സെപ്പറേഷനാണ്. ഇതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ നെഗറ്റീവ് അടിക്കും. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നിർദ്ദേശിക്കുകയാണ് ഇവിടെ ടാരോ ദേവി. മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തകർന്ന് നിൽക്കുകയല്ല, നിങ്ങൾ മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പറയാനല്ലേ പറ്റൂ അല്ലേ? ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ അമിത ആർത്തവമാണ്. ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകളാണ്. മഞ്ഞപ്പിത്തം, കരൾ രോഗം പറയുന്നുണ്ട്. ഇപ്പോൾ കോളറയൊക്കെ വന്നിട്ടുണ്ട്. ജലജന്യ രോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട്
ജലം വഴി പകരുന്ന എല്ലാ രോഗങ്ങളെയും സൂക്ഷിക്കാനാണ് ഇവിടെ പറയുന്നത്. പകർച്ചവ്യാധികൾ കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ബാക്ക് പെയിൻ പറയുന്നുണ്ട്, തണ്ടല് നട്ടല് വേദന, ദന്തരോഗങ്ങൾ, തലവേദന, ഇതൊക്കെയാണ് ഇവിടെ രോഗമായി വന്നിരിക്കുന്നത്. ഇനി സ്കിന്നിൻ്റെ കൂടി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ലിബ്ര അതാണ് പറയുന്നത്. ഇനി നമുക്ക് കരിയർ നോക്കാം. നീതിന്യായ വകുപ്പ്, പോലീസ്, പട്ടാളം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ജോബുകൾ വന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ വന്നിട്ടുണ്ട്. ഹോട്ടൽ വന്നിട്ടുണ്ട്. എഴുത്തുകാർ വന്നിട്ടുണ്ട്. ബാങ്ക് വന്നിട്ടുണ്ട്. മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലികൾ. ഇനി പറയാനുള്ളത് പൊതുവായ കാര്യങ്ങളാണ്. കുറച്ച് പ്രശ്നമാണ് പറയുന്നത്. 3 വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. മാനസിക വിഭ്രാന്തികളൊക്കെ ഉണ്ട്. അത് ഹെൽത്ത് ഇഷ്യൂവിലാണ് പറയേണ്ടത്, വിട്ടുപോയതാണ്. അപ്പം നിങ്ങളെ മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന എന്തോ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുമെന്നാണ് പറയുന്നത് കേട്ടോ, പങ്കാളിയിൽ നിന്ന്. അതിനു വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഒന്ന് നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. അതിനാണ് ഞാൻ ഓപ്പണായിട്ടത് പറയുന്നത്. ഇനി ചില ആളുകൾക്ക് കുറച്ച് ധനം കയ്യിൽ വന്നു ചേരുമെന്ന് പറയുന്നുണ്ട്. യാത്രകൾ പറയുന്നുണ്ട്. ബന്ധുസമാഗമം പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ഏതെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അതാണ് പറയാനുള്ളത്. മാലാഖയുടെ മെസ്സേജ് നോക്കാം. ഫിനാൻസും കരിയറാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചില ആളുകൾക്കേ രണ്ടുപേരും മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത്. വെഡ്ഡിങ് വന്നിട്ടുണ്ട് ചില ആളുകൾക്ക്. തേർഡ് പാർട്ടി ആവും കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടാവും അല്ലേ. കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. കോളിങ് യുവർ സോൾമേറ്റ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് പങ്കാളിയിൽ നിന്നൊരു കോൾ വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. ഇവിടെ നെഗറ്റീവായൊരു മെസ്സേജ് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ നെഗറ്റീവ് മെസ്സേജ് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതം സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ. പല ആളുകളല്ലേ കാണുന്നുണ്ടാവുക. നെഗറ്റീവ് മെസ്സേജ് അറിയേണ്ടവരെ അത് അറിഞ്ഞോട്ടെ. പൊതുവായ മെസ്സേജുകൾ കേട്ടില്ലേ? ഇനി അവസാനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മെസ്സേജുകൾ, ഇതിൽ വന്നിട്ടുണ്ടല്ലോ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ പങ്കാളിന്ന്. അപ്പോൾ പല മെസ്സേജുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു മെസ്സേജ് മാത്രമല്ല. അതിലെ പോസിറ്റീവ് മെസ്സേജ് മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി ഇതെന്താന്ന് നോക്കാം. മൂവ് ഓൺ ചെയ്യണം. അപ്പോൾ എം എന്ന അക്ഷരം വന്നു. പിന്നെ ഏതാ വന്ന്? ഡിറ്റാച്ച്മെൻ്റ് ആണ്. സോൾമേറ്റ് ആണ്. എസ് വന്നു തോന്നുന്നു അല്ലേ, ഓർമ്മയില്ല. മെമ്മറീസ് എം കുറേ വന്നിട്ടുണ്ട്. മെമ്മറീസ് 3 തവണ വന്നിരിക്കുന്നത്. ഓർമ്മകൾ മാത്രമായി മാറുമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഐ മിസ് യു എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കിട്ടാത്തത് കാരണമാണ് ഈ മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകൾ മാത്രമായി മാറുക, അവർ നിങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവില്ല. അതാണ് ഈ മെമ്മറീസ് 3 തവണ വന്നതുകൊണ്ട് പറയാനുള്ളത്. ഇത്തിരി സാഡ് ന്യൂസ് ആണ്, എങ്കിലും നിങ്ങളത് കേൾക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യം വരും. അതാണ് ഞാൻ തരുന്നത് കേട്ടോ. നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ അവരും നിങ്ങളെ സത്യമായിട്ട് തന്നെയാണ് പ്രണയിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ.